കൂടി വരുവാൻ സ്വർഗ സ്വർഗത്തിലെ ദൈവം നൽകി തന്ന അവസരത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ ദിനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയിൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം ഒരുക്കി തന്ന ഈ നല്ല മുഖാന്തരങ്ങൾക്കായി കർത്താവിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ബഥേൽ ഗോസ്പൽ മിനിസ്ട്രീസ് എന്ന ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പല മുഖങ്ങളെയും പരിചയപ്പെടാൻ ദൈവം അവസരം തരുന്നു. ഈ പുതിയ വർഷത്തിൽ എനിക്ക് തോന്നുന്നു 2ാമത്തെ മീറ്റിംഗ് ആണ് നിങ്ങളുടെ കൂടെ. വളരെ സന്തോഷമുണ്ട്. എല്ലാവരെയും പ്രത്യേകമായി വന്ദനം ചൊല്ലുന്നു. പ്രത്യേകിച്ച് പ്രിയ റോയ് പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയ്ക്കായും ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഓർക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ മീറ്റിംഗ് തുടങ്ങിയ സമയം മുതൽ തന്നെ ഇതിൽ അറ്റൻഡ് ചെയ്തിരുന്നു. പ്രാർത്ഥിച്ച പാട്ടുപാടിയ സഹോദരങ്ങളെ പ്രത്യേകം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ പ്രാർത്ഥിച്ച ആന്റിമാരെ നോർത്ത് ഇന്ത്യയിലെ വിഷയങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നോർത്ത് ഇന്ത്യയിലേക്ക് ഞാനും പോകുവാനിടയെ തുറന്നു. രാജസ്ഥാനിൽ എൻ്റെ സഹോദരൻ രാജസ്ഥാനിൽ കർത്താവിന്റെ വേലയിലാണ്. നമുക്കറിയാമല്ലോ, ഈ മതപരിവർത്തന നിരോധന നിയമങ്ങളൊക്കെ വന്നതോടുകൂടെ, ബില്ലൊക്കെ വന്നതോടുകൂടെ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടിരിക്കുകയാണ്. എങ്കിലും ദൈവം അവിടെ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്കിലും അവർക്ക് ഒരുമിച്ചൊന്ന് കൂടി നമ്മളൊക്കെ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ, നമ്മുടെ ആലയങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ ഒരുമിച്ച് കൂടി ആരാധിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ്. വലിയ നിയമ പ്രശ്നങ്ങളാണ്. അവിടെ ജയിലിൽ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്തു വരാൻ കഴിയാത്ത വിധത്തിലുള്ള കുരുക്കുകളാണ് നിയമങ്ങളിലൂടെ അവരെ ചെയ്തു വെച്ചിരിക്കുന്നത്. ദൈവം ഈ നിയമത്തിന്റെ കുരുക്കുകളെ ഒക്കെ അഴിക്കുവാൻ നമ്മുടെ ഈ പ്രാർത്ഥനകൾ മുഖാന്തരമാകട്ടെ. ജയിലറുകളിലൊക്കെ കഴിഞ്ഞുകൂടുന്ന ദൈവദാസന്മാരെ, അവരുടെ കുടുംബങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ഇത്രയും ദൈവമക്കൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവരെയും പ്രത്യേകമായി വന്ദനം ചെയ്തുകൊണ്ട് ദൈവം എന്നെ ഏൽപ്പിച്ച ദൈവിക ആലോചന നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ചില ദിവസങ്ങൾക്ക് മുമ്പ് റോയ് പാസ്റ്റർ എന്നെ വിളിച്ചിരുന്നു. പാസ്റ്റർ, ശനിയാഴ്ച ഒരു മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാമോ എന്ന് എന്നോട് ചോദിച്ചു. സ്തോത്രം. ഞങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ ശനിയാഴ്ച മാസയോഗം ആയതുകൊണ്ട് പക്ഷേ ചെറിയൊരു തടസ്സമുണ്ട്. ഇതുപോലെ മാസയോഗത്തിന് പോകേണ്ടതുണ്ട് എന്ന് പറയാനിടയിൽ തീർന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹം തിങ്കളാഴ്ച പറ്റുമോ പാസ്റ്റർ എന്ന് ചോദിച്ചു. സ്തോത്രം. ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച പറ്റും. അങ്ങനെയാണ് പെട്ടെന്ന് ഈ മീറ്റിംഗ് ക്രമീകരിക്കാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം. ദൈവത്തിന് വചനം സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ അത് കൃത്യമായി ഉപയോഗിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തോടുകൂടെ സന്തോഷത്തോടെ അതിൽ പങ്കുചേരുക. അതാണ് ദൈവം നമുക്ക് തരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം. ഹല്ലേലൂയ. ഈ വചനം എടുക്കാൻ, ഈ വചനം വിഭാഗിക്കാൻ, സ്തോത്രം, അത് സന്തോഷത്തോടെ കേൾക്കാൻ, അതിന് സ്തോത്രം പറയാനൊക്കെ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ എത്ര വലുതാണ്. ഹല്ലേലൂയ. സ്തോത്രം. അനേകർ ഇത് കേൾക്കാൻ കഴിയാതെ പോകുമ്പോൾ, സ്തോത്രം, അന്ധതയിൽ അനേകർ തപ്പിത്തടയുമ്പോൾ ദൈവത്തിന് വചനത്തിന്റെ മുൻപാകെ ആയിരിക്കാൻ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഈ പകലിൽ ദൈവം എന്നെ ഏൽപ്പിച്ച ദൈവിക ആലോചന നിങ്ങളുമായി പങ്കുവെക്കേണ്ടതിന് ഒരു വേദഭാഗം വായിക്കുന്നു. 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. കർത്താവോ എനിക്ക് തുണ നിന്നു, പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾക്കുവാനും എന്നെ ശക്തീകരിച്ചു. സ്തോത്രം. കർത്താവോ എനിക്ക് തുണ നിന്നു. അതിന്റെ മുകളിലുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്ന വാക്കുണ്ട്, എന്റെ ഒന്നാം പ്രതിവാദത്തിങ്കൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, അതവർക്ക് കണക്കിടാതിരിക്കട്ടെ. സ്തോത്രം. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാവരും കൂടെ ഉണ്ടാകും. ചിലരെങ്കിലും നമ്മുടെ ഒപ്പം ഉണ്ടാകും എന്ന് നമ്മൾ ചിന്തിക്കുന്ന വേളകളിൽ
അവര് പോലും നമ്മെ കൈവിട്ട് കളയുന്ന ഘട്ടങ്ങളുണ്ട്. എല്ലാവരും നമ്മെ ഉപേക്ഷിക്കുന്ന ഘട്ടങ്ങളുണ്ട്. പക്ഷെ അവിടെയും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. പൗലോസിന്റെ ജീവിതയാത്രയിൽ പൗലോസ് അനേക ശുശ്രൂഷകൾ ചെയ്ത് അനേകരെ ദൈവകൃപയിലേക്ക് കൊണ്ടുവന്ന സ്തോത്രം അനുഗ്രഹീതനായ ഒരു ദൈവഭൃത്യനാണ്. ഈ ലേഖനത്തിന്റെ പ്രാരംഭ അധ്യായത്തിൽ, അതിന്റെ 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം പൗലോസ് എഴുതുന്നത്, ആസ്യക്കാരെല്ലാവരും എന്നെ വിട്ട് പോയി കളഞ്ഞിരിക്കുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. നല്ലൊരു ശുശ്രൂഷ, അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ, അതാണ് ആസിയിലെ സഭ എന്ന് പറഞ്ഞാൽ എഫെസോസിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ നല്ലൊരു സഭ, വലിയ അത്ഭുതങ്ങൾ കണ്ട ഒരു കൂട്ടം ദൈവമക്കളാണ് അവിടെ ഉള്ളത്. സ്തോത്രം. പക്ഷേ അവർ പോലും പൗലോസിന്റെ തടവിൽ പൗലോസിന്റെ ഒപ്പം നിന്നില്ലെന്ന. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ വായിക്കുന്നു, കർത്താവോ എനിക്ക് തുണ നിന്നു. കർത്താവോ എനിക്ക് തുണ നിന്നു. കർത്താവിന്റെ വാഗ്ദത്തം എത്ര വലുതാണ്! കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ്, പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം. വെറുതെ പറഞ്ഞിട്ട് പോകുന്നവനല്ല. പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർ. സ്തോത്രം. എല്ലാവരും നമ്മെ മാറിയാലും കൈ പിടിച്ച് നമ്മെ അക്കരെ കടത്തുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. എന്തിനാണ് കർത്താവ് പൗലോസിന്റെ കൂടെ നിന്നതെന്ന് അതിന്റെ താഴത്തെ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കർത്താവോ എനിക്ക് തുണ നിന്നു, പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും. സ്തോത്രം. അപ്പൊ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, നമ്മെ കൊണ്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതിനാണ് കൂടെ നിന്ന് കർത്താവ് നമ്മെ നയിക്കുന്നത്. അവിടെ പൗലോസിന്റെ ഒപ്പം കർത്താവ് നിന്നതിന്റെ ഉദ്ദേശം പൗലോസിനെ കൊണ്ട് ആ ദൗത്യം പൂർത്തീകരിക്കുക എന്നതായിരുന്നു. സ്തോത്രം. പൗലോസ് ഒരു അനുഗ്രഹീതനായ പ്രസംഗകനാണ്. ആ ശുശ്രൂഷ പൂർത്തീകരിക്കുക എന്നതാണ് ദൈവം പൗലോസിലൂടെ ചെയ്തത്. സ്തോത്രം. ദൈവമക്കളെ, ഈ ഒരു ഭാഗം ഒന്ന് പറയണമെങ്കിൽ പൗലോസിന്റെ ജീവിതത്തെക്കുറിച്ച് മൊത്തം പറയേണ്ടി വരും. പൗലോസിനെ ദൈവം വിളിച്ചത്, അത്ഭുതകരമായി നടത്തിയത്, മിഷണറി യാത്രകള്, പൗലോസിന്റെ പ്രസംഗത്തിന്റെ കൺക്ലൂഷൻ, ഇത്രയും കാര്യങ്ങൾ പറയാൻ അത് ദിവസങ്ങൾ എടുക്കും. അതുകൊണ്ട് ഞാൻ ഒരു ഭാഗം മാത്രം, ഒരു സ്തോത്രം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് എന്റെ ഈ മെസ്സേജ് അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരാം. 16-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഒന്ന് ഓർപ്പിച്ച് ഈ വാക്കുകൾ അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം വായിക്കുന്നു: അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ. സ്തോത്രം. ഈ ഭാഗം ഞാൻ ഒത്തിരി വായിച്ചു വിടുന്നില്ല, പെട്ടെന്ന് പറയാം. പൗലോസിന്റെ 1-ാം മിഷണറി യാത്ര കഴിഞ്ഞ് യെരൂശലേം കൗൺസിലും കഴിഞ്ഞ് കുറച്ചു നാൾ വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് പൗലോസും ബർന്നബാസും ഒക്കെ കൂടി ആലോചിക്കുകയാണ്, നമ്മൾ പോയ സ്ഥലങ്ങൾ ഒന്നുകൂടെ നമുക്ക് സന്ദർശിക്കാം. അങ്ങനെ ബർന്നബാസും കൂടിയാണ് തുടങ്ങിയതെങ്കിലും നമുക്കറിയാം ബർന്നബാസ് മാറി, പകരം ശീലാസ് ആ സ്ഥാനത്ത് വന്നു. തിമോത്തിയോസ് കൂടി. സ്തോത്രം. പിന്നെ ആ യാത്രയിൽ ലൂക്കോസ് ഒക്കെ വന്നു ചേരുന്നത് നമ്മൾ കാണുന്നുണ്ട്. 2 മിഷണറി യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ അവര് ആ യാത്ര മുൻപോട്ട് പോകുമ്പോൾ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആസിയിൽ വചനം പ്രസംഗിക്കണമെന്ന്. പക്ഷേ ഇവിടെ നാം വായിക്കുന്നു, പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ. പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ. എന്തിന്? ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. സ്തോത്രം. അപ്പോ പോകരുതെന്നല്ല പറഞ്ഞേ, പോകരുതെന്നല്ല പറഞ്ഞേ. എന്താ പിന്നെ പറഞ്ഞേ? വചനം പ്രസംഗിക്കരുത്.
സ്തോത്രം. ആമേ, ഓർക്കണ ദൈവമക്കളെ, പൗലോസിനെ വിളിച്ചത് കർത്താവ് മിഷണറി ദൗത്യത്തിന് വേണ്ടിയാണ്. ഈ മിഷണറി യാത്രയ്ക്ക് വേണ്ടി പോകുമ്പോ വചനം പ്രസംഗിക്കാതെ പിന്നെ എന്ത് യാത്രയാ? പിന്നെ എന്ത് യാത്രയാ? ടൂറിന് പോയതാണോ? വ്ളോഗ് ചെയ്യാൻ പോയതാണോ? സ്തോത്രം. നല്ല ഫുഡ് കഴിക്കാൻ പോയതാണോ? അല്ല. സ്തോത്രം. അവരെ ദൈവം വിളിച്ചത് ദൈവവചനം സംസാരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പോ വചനം പ്രസംഗിക്കരുത് എന്ന് വിലക്കുകയാണ്. ആമേ, ഒരു യഥാർത്ഥ മിഷണറിയെ സംബന്ധിച്ചിടത്തോളം, ഒരു യഥാർത്ഥ ശുശ്രൂഷകരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ആമേ, അതുകൊണ്ട് അവർക്ക് മനസ്സിലായി, ആമേ സ്തോത്രം, ദൈവം മറ്റൊരു സ്ഥലത്തേക്കാണ് അവരെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്തു? ബിഥുന്യക്ക് പോകാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ സമ്മതിച്ചില്ല. ത്രോവാസിലെത്തി വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവെ എങ്ങോട്ട് പോണം? അപ്പോഴാണ് ആമേ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ ഞങ്ങളെ കൈയാട്ടി വിളിക്കുകയാണ്, ഞങ്ങളെ വന്ന് സഹായിക്കുക എന്നൊരു ദർശനം കണ്ട് അവരെ ചുവടുകൾ മുൻപോട്ട് വെക്കുകയാണ്. സ്തോത്രം. അപ്പൊ ആസിയിലേക്ക് പോകണ്ട, ബിഥുന്യയ്ക്ക് പോകണ്ട, എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചപ്പോ ദൈവം പറഞ്ഞു കൊടുക്കൂ, സ്തോത്രം മോനെ, ആമേ സ്തോത്രം, റോവാസിൽ നിന്ന് പറയുക മക്കദോന്യക്ക് പോണം, മക്കദോന്യക്ക് പോണം. ഹല്ലേലൂയ. ഇന്ന് പകല് ഞാൻ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, സ്തോത്രം, പലപ്പോഴും ദൈവം അത്ഭുതകരമായ വഴികൾ നമുക്ക് വേണ്ടി തുറന്നു തന്നിട്ടുണ്ട്, വാതിലുകൾ തുറന്നു തന്നിട്ടുണ്ട്. അടഞ്ഞ വാതിലുകളെ തുറന്നു തന്ന് അത്ഭുതകരമായ ദൈവം നമ്മെ നടത്തിയിട്ടുണ്ട്. സ്തോത്രം. ആ സമയത്തൊക്കെ ആലോചനയ്ക്ക് മുമ്പിൽ, വഴികൾക്ക് മുമ്പിൽ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് പകല് ഞാൻ പറയാം, അടഞ്ഞ സ്തോത്രം വാതിലുകളും ദൈവത്തിന്റെ പദ്ധതിയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തുറന്ന വഴികൾ പോലെ അടഞ്ഞ വാതിലുകളും ദൈവം എന്ന് പറഞ്ഞാൽ, ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത്, ദൈവം ആഗ്രഹിക്കുന്ന ഇടത്ത് നാം നിൽക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം. സ്തോത്രം. വെറുതെ കുറെ സ്ഥലം കറങ്ങി തിരിഞ്ഞ് സമയം കളഞ്ഞ് ഒത്തുനിന്നു കർത്താവേ എന്ന് പറയാനല്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഇടത്ത് നിൽക്കുക എന്നതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ആസിയിൽ വചനം പ്രസംഗിക്കരുത്. അവിടെ സഭയുണ്ടോ? ഇല്ല. പൗലോസ് സഭയില്ലാത്ത ഇടത്ത് ശുശ്രൂഷിക്കുന്ന ഒരു ദൈവ മനുഷ്യനാ. ഹല്ലേലൂയ. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നീ മക്കദോന്യയിലേക്ക് ചെല്ലണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ അവർ ദൈവിക ആലോചന പ്രാപിച്ച് മക്കദോന്യയിലേക്ക് പോകുന്ന കാഴ്ച നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അവിടെ ചെന്ന് അവിടെ നാം വായിക്കുന്നു, ആമേൻ, ശബത്തു നാളിൽ 13-ാമത്തെ വാക്യം, 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ശബത്തു നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി, അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ സിനഗോഗാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ കണ്ടെത്താൻ പറ്റിയില്ല. അതുകൊണ്ട് പുഴവക്കത്തിരുന്ന് അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. അടുത്തത് തുയത്തൈര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന് പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ. ആ പ്രസംഗം അവര് പറഞ്ഞത് കേട്ടുകൊണ്ടിരുന്നു. സ്തോത്രം. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ആ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ. ദൈവഭക്തയായ ഒരു സ്ത്രീ. ആമേൻ. അവളുടെ ഏത് പട്ടണക്കാരത്തിയാണെന്നും ജോലി എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അടുത്ത പദം നമ്മൾ ശ്രദ്ധിക്കുക. ദൈവഭക്തയായ ഒരു സ്ത്രീ ആ ദൈവവചനം കേട്ടുകൊണ്ടിരുന്നു. ദൈവവചനം കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. കേട്ടുകൊണ്ടിരുന്നു. ഞാൻ പറയട്ടെ, ചർച്ചിൽ വരുന്നുണ്ട്, കൂട്ടായ്മയിലുണ്ട്, കണ്ണു തുറന്നിരിക്കുന്നുണ്ട്, നിവർത്തിപ്പിടിച്ച ബൈബിള് കയ്യിലുണ്ട്,
കണ്ണടയൊക്കെ വെച്ചിട്ടുണ്ട്. സ്തോത്രം. കണ്ണുകൾ തുറന്നിരിപ്പുണ്ട്. പക്ഷെ വചനം പലരും കേൾക്കുന്നില്ല. സ്തോത്രം. വചനം കേൾക്കുമ്പോൾ ദൈവം ഹൃദയം തുറക്കും. സ്തോത്രം. വചനം കേൾക്കുന്നവരോടാണ് ദൈവം തുടർന്ന് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മനസ്സിന്റെ അകത്ത്, നമ്മുടെ ചിന്തകൾക്കകത്ത്, ഹൃദയത്തിനകത്ത് ഇങ്ങനെ അട്ടിയട്ടിയായി വെച്ചിരിക്കുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. ഹൃദയത്തിനകത്ത് മക്കളുടെ വിഷയം, സാമ്പത്തിക വിഷയം, രോഗങ്ങളുടെ വിഷയം, ഇങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. ആ ദൈവവചനം അകത്തേക്ക് വരുമ്പോ പരിശുദ്ധാത്മാവ് ഈ വചനത്തെ കൊണ്ടുവന്ന് ഈ കെട്ടുകളിലേക്ക് അങ്ങ് മുട്ടിക്കും. സ്തോത്രം. ആ ഭാഗത്തേക്ക് അങ്ങ് മുട്ടിക്കും. എന്നിട്ട് പറയും, കുഞ്ഞെ, നീ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ച നിന്റെ തലമുറയുടെ വിഷയമാ അവിടെ പാസ്റ്റർ പ്രസംഗിക്കുന്നേ. സ്തോത്രം. നീ ഇന്ന് രാവിലെ ചോദിച്ചില്ലേ എന്റെ സ്ഥിതി എന്താകും കർത്താവേ? അതിന് മറുപടിയാണ് ഈ പാസ്റ്റർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ. നീ ചോദിച്ചില്ലേ എന്റെ പ്രശ്നം, എന്റെ സാമ്പത്തിക പ്രശ്നം എന്ന് തീരും? അതിന് മറുപടിയാണ് ഈ പാസ്റ്റർ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഈ മേഖലയിൽ ആ വചനം ഇറങ്ങി വരുന്നത് എന്ന് പരിശുദ്ധാത്മാവിനെ അവരോട് സംസാരിക്കും. വചനത്തിന്റെ ആ ദൂതികൾ ഹൃദയത്തിന്റെ അകത്ത് ചില മേഖലകളെ വചനം ഇടപെടുന്നതായി മാറുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ വചനം അവരുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ വചനം അവരിൽ മാറ്റം വരുത്തുന്നത് അപ്പോഴാണ്. സ്തോത്രം. ചിലപ്പോൾ നമ്മൾ തോന്നാറില്ലേ, ഈ ആന്റി അല്ലെങ്കിൽ ഈ സഹോദരൻ എന്ത് കേട്ടിട്ടാ ദൈവമേ തുള്ളുന്നേ എന്ന് പറഞ്ഞാൽ ആ വചനം അവരുടെ ഹൃദയത്തിനകത്ത് എവിടെയൊക്കെയോ സ്പർശിച്ചു തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുക. നമ്മളെ പോലെ തന്നെ കേൾക്കുന്നുണ്ട് അവരും. നമ്മെക്കാൾ അധികമായി ദൈവവചനം അവരുടെ ഹൃദയത്തിലെ ഏതൊക്കെയോ ചില മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്ത് വചനം കേൾക്കുക മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവ് ചില മേഖലകളിലേക്ക് അത് കണക്ട് ചെയ്ത് തരണം. സ്തോത്രം. ഇത് എന്നോടുള്ള ആലോചനയാണ്, ഇതെന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ്, ഇത് എന്റെ വിഷയത്തിനുള്ള മറുപടിയാണ് എന്ന് മനസ്സിലാത്മാവ് നമുക്ക് സ്തോത്രം ചെയ്യാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ചില മുൻവിധികളാണ് ഈ വചനത്തിലുള്ള വിടുതൽ പ്രാപിക്കുവാൻ നമ്മെ കൊണ്ട് കഴിയാതെ പോകുന്നത്. സ്തോത്രം. അല്ലേ? ഞാൻ കുമ്പനാട് കൺവെൻഷനിൽ സംബന്ധിക്കുകയാണ്. കുമ്പനാട് കൺവെൻഷനിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോ ഗേറ്റ് കടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറേ ആളുകൾ നോട്ടീസ് കെട്ടുകളുമായിട്ട് ഇങ്ങനെ നിൽക്കും, പത്രങ്ങളൊക്കെ ആയിട്ട്. അത് നമ്മൾ വാങ്ങുക, അവരെ നിരസിക്കൊന്നും വേണ്ട, സന്തോഷത്തോടെ ആട്ടെ എന്ന് പറഞ്ഞ് 2-3 നോട്ടീസൊക്കെ മേടിച്ച് നമ്മൾ അങ്ങ് അകത്തേക്ക് കയറും. ഇതിനൊരു ഗുണമുണ്ട്. പണ്ട് ഈ കസേരകളൊക്കെ വരുന്നതിന് മുമ്പ് നല്ല പുൽമൈതാനമല്ലേ, ഈ നോട്ടീസ് അങ്ങോട്ട് വിരിക്കുക, അതിലേക്ക് അങ്ങ് ഇരിക്കുക. സ്വതന്ത്രം. അപ്പൊ ഇത് പ്രയോജന. അപ്പൊ ഞാനും ഒരു 2 നോട്ടീസൊക്കെ വായിച്ച എന്തോ പത്രങ്ങളൊക്കെയാണ്. അപ്പൊ അതിലൊരെണ്ണം വിരിച്ച് ബാക്കിയൊക്കെ എന്റെ കയ്യിലുണ്ട്. അതുമായിട്ട് ഞാൻ അവിടെ അങ്ങ് ഇരുന്നു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഇരുന്ന് കഴിഞ്ഞ ഉടനെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോ വേറെ 2 ദൈവദാസന്മാരും കൂടെ എന്റെ വലതുവശത്ത് വന്നിരുന്നു. അപ്പോ ഞങ്ങൾ 3 പേരായി. സീനിയറായ ഒരു ദൈവദാസനാണ് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത്. അപ്പോ ഞങ്ങൾ 3 പേരും ഇരിക്കുന്നു. എന്റെ വലതുവശത്ത് 2 പേരായി. സ്തോത്രം. അപ്പൊ ഞാൻ ആ ദൈവജനം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ 2ന്റെയും നടുക്കിരിക്കുന്ന ആള് അത് ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ
മൂന്നാമതിരിക്കുന്ന, ഞാൻ വന്ന് രണ്ടാമതിരിക്കുന്ന ആള് ശ്രദ്ധിക്കുന്നില്ല, മൂന്നാമതിരിക്കുന്ന ആള് ആ ദൈവത്തിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹം ഇടയ്ക്ക് കൈയടിക്കുന്നുണ്ട്, അദ്ദേഹം സ്തോത്രം പറയുന്നുണ്ട്. ആമേൻ. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ രണ്ടുപേരും ആ ദൈവദിനം ശ്രദ്ധിക്കുകയാണ്. അപ്പോ നടുക്കിരിക്കുന്ന ആള്, ഞങ്ങളുടെ രണ്ടിന്റെയും നടുക്കിരിക്കുന്ന ആള് അശ്രദ്ധനാണ്. അദ്ദേഹം ഈ പത്രവും നോക്കി ബ്രോഷറുകളും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ ഈ മൂന്നാമതിരിക്കുന്ന ആള് ആ ദൈവദിനം കേട്ട് കൈയൊക്കെ അടിക്കുന്നത് കണ്ടപ്പോ ഇദ്ദേഹത്തിന് ഒരു ചെറിയ അസ്വസ്ഥത. ആമേ, നീ എന്തിനാണ് ഇതൊക്കെ കേൾക്കുന്നത് എന്നുള്ളൊരു ഭാവേനെ അദ്ദേഹം ഒന്ന് തുറിച്ചു നോക്കി. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഈ മനുഷ്യൻ പറയാ, ഈ പ്രസംഗിക്കുന്ന ആളെ നോക്കിയിട്ട് പറയാ, ഇങ്ങേർക്ക് എപ്പോഴും ഇത് തന്നെയുള്ളൂ. ഇപ്പൊ വിശ്വാസല്ലേ പറഞ്ഞത്, ഇത് കഴിയുമ്പോ പ്രത്യാശ പറയും, അത് കഴിയുമ്പോ ദർശനത്തെ കുറിച്ച് പറയും. ഇത് തന്നെയുള്ളൂ ഇയാൾക്ക്. ഇത്രയും ഒരു വാക്ക് ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്തപ്പോ ഞാൻ പറയാം, അദ്ദേഹം അശ്രദ്ധനായി. അദ്ദേഹവും അശ്രദ്ധനായി. മടക്കി വെച്ച നോട്ടീസുകൾ അദ്ദേഹവും എടുത്തു, അദ്ദേഹവും വായിക്കാൻ തുടങ്ങി. മുൻവിധികൾ നമുക്കുള്ള വിടുതലുകളെ തടയും എന്ന ഞാൻ പറഞ്ഞു വന്നേ. സ്തോത്രം. അപ്പൊ മുൻകൂട്ടി അദ്ദേഹത്തിന് പറയാൻ പറ്റി പ്രസംഗം ഇത്രയൊക്കെ ഉള്ളൂ എന്ന്. അപ്പൊ അതുകൊണ്ട് ആ ദൈവം ആ മനുഷ്യന് അശ്രദ്ധനായി മാറി. ഹല്ലേലൂയ അല്ലേ? അപ്പോ ഇതൊന്നും ഇല്ലാതിരുന്ന ലുദിയ, മുൻവിധികളില്ലാതിരുന്ന ലുദിയ ദൈവവചനം കേട്ടു, ബാക്കി പരിശുദ്ധാത്മാവ് പൂരിപ്പിച്ചു കൊടുത്തു. ഇത് നിന്നോടുള്ള ദൂതാണ്, ഇത് നിന്നോടുള്ള ആലോചനയാണ്. അത് നീ ഏറ്റെടുത്താൽ നിന്റെ കുടുംബത്തിന് വിടുതലാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആരൊക്കെ എവിടെയൊക്കെ തല കുത്തിമറിഞ്ഞാലും, ആരൊക്കെ അശ്രദ്ധരായിരുന്നാലും, ആമേ, ദൈവവചനത്തിന് മുമ്പിൽ ആമേ വിറയ്ക്കുന്ന ഹൃദയത്തോടെ, മനസ്താപമുള്ള മനസ്സോടെ ആര് കാത്തിരിക്കുമോ അവരോട് സംസാരിപ്പാൻ ദൈവ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എല്ലാം മാറ്റിവെക്കണം, എല്ലാ ചിന്തകളും മാറ്റിവെച്ച് ദൈവവചനത്തിന്റെ ആഴത്തിലേക്ക് ദൈവത്തിന് ആത്മാവ് നമ്മെ നയിക്കുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. ദൈവം അവളുടെ ഹൃദയം തുറന്നു. അടുത്ത സ്റ്റെപ്പ് എന്തെന്നറിയാമോ? ആമേൻ. അവളും കുടുംബവും സ്നാനമേറ്റു. അവളും കുടുംബവും സ്നാനമേറ്റു. കുടുംബത്തിന്റെ മൊത്തം വിടുതലിന് കാരണമായി. ആമേൻ. സ്തോത്രം. അത് കഴിഞ്ഞപ്പോ അവൾ അപ്പോസ്തലന്മാരോട് പറയാ, ഞങ്ങളുടെ വീട്ടിൽ വന്ന് പാർക്കണം. അപ്പോസ്തലന്മാർക്ക് ഒരു വീടായി, ഒരു താമസ സ്ഥലമായി, പ്രാർത്ഥനയ്ക്ക് അവസരമായി. ഹല്ലേലൂയ. മാത്രമല്ല, അവിടെ താമസിച്ചുകൊണ്ട് അവരുടെ ശുശ്രൂഷ മുൻപോട്ട് പോവുകയാണ്. ആമേൻ. ദൈവമക്കളെ, ഈ ഹൃദയം തുറന്നത്, വചനം ശ്രദ്ധിച്ചത്, ആമേ സ്തോത്രം, സത്യത്തിൽ യൂറോപ്പിന്റെ വിടുതലിന് കാരണമായി. നമുക്കറിയാമല്ലോ, ലുദിയയാണ് യൂറോപ്പിലെ ആദ്യത്തെ വിശ്വാസി. യൂറോപ്പിലെ ആദ്യത്തെ വിശ്വാസി ലുദിയയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആ വചനം കേൾക്കാൻ അവൾ മനസ്സ് വെച്ചത് എത്ര വലിയൊരു അനുഗ്രഹത്തിലേക്കാണ് ദൈവം എത്തിച്ചെന്നറിയാമോ? ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആമേ സ്തോത്രം, ദൈവവചനത്തിന് മുമ്പാകെ നാം ഏൽപ്പിച്ചു കൊടുത്താൽ, സ്തോത്രം, നമ്മിനോട് ദൈവം തുറക്കുന്ന വാതിലുകൾ, ആമേ സ്തോത്രം, ദൈവം തുറക്കുന്ന വഴികൾ എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഓക്കെ, ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകാം. അപ്പോ ലുദിയ വിടുവിക്കപ്പെട്ടു. അടുത്തത് ലക്ഷണം പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ലക്ഷണം പറയുന്ന പെൺകുട്ടി. അവളിൽ ഒരു ഭൂതാത്മാവ് ഉണ്ടായിരുന്നു എന്ന് പൗലോസ് പറഞ്ഞു. എങ്ങനെ അറിഞ്ഞേ? ആമേ. ഇവള് സ്ഥിരം പറയുന്നൊരു വാക്കുണ്ട്, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നു. ഇത് വളരെ കറക്റ്റായ വാക്കാണ്. രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നു. ഇതിനകത്ത് എവിടെ തെറ്റ്? എല്ലാ ദിവസവും അവള് പറയുക, പല നാൾ അവൾ ചെയ്തു വന്നു നമ്മൾ വായിക്കുന്നത്. ഇതിനകത്ത് എന്താ തെറ്റ്? സ്തോത്രം. അത് വളരെ കൃത്യമായ വാക്കാണ്. പക്ഷേ ചെറിയൊരു ഒരു ഡിസോർഡർ അവിടെ കിടപ്പുണ്ട്.
ചെറിയൊരു ഡിസോർഡർ. ആമേൻ. ഈ പിശാച് എന്ന് പറയുന്നവൻ എപ്പോഴും ഡിസോർഡർ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓർഡറായി ചെയ്യുന്നതിനോട് പുള്ളിക്ക് വലിയ അസഹിഷ്ണുതയാണ്. എവിടെ ക്രമീകൃതമായി കാര്യങ്ങൾ നടക്കുമോ അത് കുത്തിക്കലക്കിയിരിക്കും. എവിടെ നല്ലതായി കുടുംബം പോകുമോ അത് എങ്ങനെയെങ്കിലും തകർക്കാൻ അവൻ ശ്രമിക്കും. എവിടെ നല്ലൊരു കൂട്ടായ്മയുണ്ടോ അത് ഇല്ലാതെയാക്കാൻ അവൻ ശ്രമിക്കും. എവിടെ നല്ലൊരു പ്രാർത്ഥന നടക്കുന്നോ അതിൽ നല്ല അസ്വസ്ഥത കൊണ്ടുവരാൻ ഇവ ശ്രമിക്കും. കാരണം അവൻ കലക്കത്തിന്റെ ആത്മാവ്, കലക്കത്തിന്റെ ആത്മാവാണ്. സ്തോത്രം. അവിടെ ഒരു ചെറിയ ഡിസോർഡർ നമുക്ക് കാണാൻ പറ്റും. എന്താണ് ആ ഡിസോർഡർ? അത് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചേ. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ. സ്വതം. അപ്പൊ മോനെ, നിനക്ക് വേണ്ട ഇത്? എനിക്ക് വേണ്ട, നിങ്ങളോട് അറിയിക്കും. കേട്ടോ? രക്ഷിക്കപ്പെട്ടു, അവരെ വീട്ടിൽ വിളിച്ചോണ്ട് പോക്കോ എന്നാണ് അവള് പറയുന്നത്. അപ്പൊ നിനക്ക് വേണ്ടേ? എനിക്ക് വേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് വേണ്ട. ഇതാണ് അവിടുത്തെ പ്രശ്നം. ഹല്ലേലൂയ. യേശുവിന്റെ അമ്മ മറിയ പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടോ? സ്തോത്രം. എന്റെ രക്ഷിതാവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. അല്ലേ? യേശുവിന്റെ അമ്മയെ പോലെ ഭാഗ്യവതിയായ ഒരമ്മയുണ്ടോ? ആ രക്ഷിതാവിനെ ഉദരത്തിൽ ചുമന്ന ആ മാതാവ് പറയാ, അത് എന്റെ രക്ഷിതാവാണ്, ഈ രക്ഷ എനിക്ക് വേണമെന്നാ മറിയ പറഞ്ഞേ. പക്ഷെ ഇവള് പറയുന്നത് രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ. ഇത് തന്നെയാണ് ശമരിയയിലെ ശീമോനും പറഞ്ഞത്. ശീമോൻ എന്താ പറഞ്ഞത്? സ്തോത്രം. അപ്പോസ്തലന്മാർ യെരൂശലേമിൽ നിന്ന് പത്രോസും യോഹന്നാനും ശമരിയയിൽ വിശ്വസിച്ചവരുടെ മേൽ അവയെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു. ഇത് കണ്ടപ്പോ പുള്ളി നോട്ട് കിട്ടുമായിട്ട് വന്നിട്ട് പറഞ്ഞു, ഇത് എനിക്കും കൂടെ കിട്ടണം. എന്ത്? ഈ അധികാരം വെക്കുമ്പോൾ അവർക്ക് കിട്ടണം. അയ്യോടാ. അപ്പം നിനക്ക് വേണ്ടേ? എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. ഞാൻ കൈവയ്ക്കുന്നവരുടെ മേൽ വരണം. ഞാൻ കൈവയ്ക്കുമ്പോൾ അവർക്ക് ലഭിക്കണം. സ്തോത്രം. എനിക്ക് വേണ്ട. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന്റെ പദ്ധതി നാട്ടുകാർക്ക് കൊടുക്കുക എന്നുള്ളതല്ല, നമുക്ക് വേണ്ടിയാണ്. രക്ഷ നമുക്ക് വേണ്ടിയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടിയാണ്. ദൈവകൃപ നമുക്ക് വേണ്ടിയാണ്. കർത്താവ് വഴി തുറക്കുന്നത് എനിക്ക് വേണ്ടി എന്ന് പറയുവാൻ കഴിയുന്നവരെ ഹല്ലേലൂയ അവരോടാണ് കരുണ കാണിക്കുന്നത്. സ്തോത്രം. അപ്പോ ഈ പെൺകുട്ടിയുടെ സ്തോത്രം കാഴ്ചപ്പാട് നോക്കുക. അവളിൽ വ്യാപരിക്കുന്ന ആ ശക്തി അവളോട് പറഞ്ഞു, നിനക്ക് വേണ്ട, നീ പറഞ്ഞു, അവർക്കാർക്കെങ്കിലും കിട്ടിക്കോട്ടെ. സ്തോത്രം. ഈ ശലോമോന്റെ അടുക്കൽ വന്ന രണ്ട് അമ്മമാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. മരിച്ച കുഞ്ഞിന്റെ അമ്മ പറഞ്ഞ ചിന്ത എന്താണെന്നറിയാമോ? എനിക്കോ പോയി, നിനക്കും വേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കുഞ്ഞ് മരിച്ചുപോയി, നിനക്കും വേണ്ട. സ്തോത്രം. അതേസമയം ജീവനുള്ള കുഞ്ഞിന്റെ അമ്മ എന്താ പറഞ്ഞെന്നറിയാമോ? ആമേൻ. എന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കണം. എന്റെ കയ്യിൽ തന്നെ വേണമെന്നില്ല, അതിനെ പിളർക്കരുത്, അത് ജീവിച്ചിരിക്കട്ടെ എന്നാണ് ആ മാതാവ് പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവമക്കളെ, സ്തോത്രം. ആമേൻ. എനിക്ക് വേണ്ട, നിങ്ങൾക്കും വേണ്ട എന്ന ഒരു തത്വമാണ് സ്തോത്ര വെളിച്ചപ്പാടത്തിയായ ആ പെൺകുട്ടി അവിടെ കൊണ്ടുവന്നത്. സ്തോത്രം. അപ്പോസ്തലന്മാരെ ആ പട്ടണത്തിൽ നിന്ന് ഓടിച്ചു കളയുവാൻ, അവരുടെ ശുശ്രൂഷയെ ഇല്ലാതെയാക്കുവാനാണ് അവൾ ശ്രമിച്ചത്. സ്തോത്രം. അടുത്ത ഭാഗം നിങ്ങൾ വായിച്ചേ. അത് നടന്നു. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് കൊണ്ടുവന്നു. അവരെ വലിച്ചുകൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി. എന്നിട്ട് പറയുകയാണ്, യഹൂദന്മാരായ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി. റോമാക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും കഴിയാത്ത ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു. സ്തോത്രം. ഈ കുഴപ്പങ്ങളൊക്കെ വന്നതെന്താ? ഇവരുടെ പ്രസംഗമാണ് പ്രശ്നം. ഇവര് പറയുന്നതാണ് പ്രശ്നം. നമുക്ക് ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു. സ്തോത്രം. അത് പറഞ്ഞപ്പോഴത്തേന്
പട്ടണം കലങ്ങി. ആമേ സ്തോത്രം. പുരുഷാരം ഇളകി. അധിപതികൾ വസ്ത്രം വലിച്ച് ഉരിഞ്ഞ് കോലുകൊണ്ട് അടിപ്പിച്ച് ആമേ അവരെ തടവിലാക്കി. കാരാഗ്രഹ പ്രമാണിയോട് പറഞ്ഞതനുസരിച്ച് ആമേ അകത്തെ തടവിൽ, ഏറ്റവും വലിയ സെക്യൂരിറ്റി ഉള്ള തടവിൽ അവരെ ആക്കി. അവരുടെ ആമത്തിലിട്ട് പൂട്ടി. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഒന്ന് പ്രസംഗിച്ചേ. പ്രിയ പ്രസംഗകരല്ലേ, ഈ പട്ടണത്തിൽ വന്നത് പ്രസംഗിക്കാൻ വേണ്ടിയല്ലേ? ഇനി ഒന്ന് പ്രസംഗിച്ചേ എന്ന് പറഞ്ഞ് അപ്പോസ്തലന്മാരെ ആമേ സ്തോത്രം ആ കാരാഗ്രഹത്തിനകത്ത് പൂട്ടിയിട്ടു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അവർക്കറിയില്ലായിരുന്നു, ആമേൻ, പ്രസംഗം നിർത്തിയാൽ പ്രസംഗം പോലെ ചെയ്യാൻ പറ്റുന്ന മറ്റു ചില കാര്യങ്ങളും കൂടെ ഉണ്ടെന്ന് ഇവർക്കറിയാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നാം വായിക്കുന്നു, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. ഹല്ലേലൂയ. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞല്ലോ, നോർത്ത് ഇന്ത്യയിൽ വലിയ പ്രശ്നങ്ങളിലൂടെ നമ്മുടെ സഹോദരങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. 11 സംസ്ഥാനങ്ങളാണ് മതനിരോധന ബില്ല് പാസ്സാക്കിയിട്ടുള്ളത്. ഈ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതി നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ദൈവമക്കളും ആ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥന ഗ്രൂപ്പ് തന്നെ ക്രമീകരിച്ച് ദിവസങ്ങളായി പ്രാർത്ഥിക്കുന്നത് നമുക്ക് അറിയുവാൻ കഴിയുന്നുണ്ട്. അതിലേറ്റവും കഠിനമായ നിയമങ്ങൾ കൂട്ടിച്ചേർത്തത് രാജസ്ഥാനിലാണ്. ഇപ്പോൾ രാജസ്ഥാനിലെ മിക്ക സ്ഥലങ്ങളിലും ഓഫ്ലൈൻ ആരാധനകളില്ല, ഓൺലൈനിലേക്ക് മാറി. എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ആരാധിക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാൽ ഉടനെ ദൈവദാസന്മാർ പറയും ഇന്ന് വരണ്ട എന്ന് പറയും. നമ്മളാണെങ്കിൽ, കേരളത്തിലാണെങ്കിൽ എന്താ വരാഞ്ഞതെന്നാ ചോദിക്കുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പം പാസ്റ്റർമാര് തന്നെ നേരിട്ട് പറയാ, രാജസ്ഥാനിൽ ഇങ്ങോട്ട് വരണ്ട, ഇന്ന് വരണ്ടട്ടോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയത്. ഹല്ലേലൂയ. ദൈവമക്കളെ, എത്രയൊക്കെ നിയമങ്ങൾ കൊണ്ട് കൂച്ചിക്കെട്ടാൻ ശ്രമിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. പ്രാർത്ഥനയുടെ ശബ്ദം നമുക്ക് ഉയർത്താൻ പറ്റും. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്ര. ദൈവമക്കളെ, നമ്മുടെ അധരത്തിൽ ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്. നമ്മുടെ നാവിൽ ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ നിന്റെ വായ ഈ പ്രാർത്ഥന അപ്പോസ്തലന്മാർ ആരംഭിച്ചു കാരാഗ്രഹത്തിനകത്ത്. സ്തോത്രം. ഈ പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ ഒരു വാക്ക് പറയാം. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ പ്രതിസന്ധികളെ കുറിച്ച് ദൈവത്തോട് പറയുന്ന ഒരു മാധ്യമമാണ്. നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് ദൈവത്തോട് പറയുന്ന ഒരു മാധ്യമം. ഹല്ലേലൂയ. പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, അത് ദൈവത്തോട് പറയണം. മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് എന്നോടൊരു സഹോദരൻ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താ വിഷയം? ഒത്തിരി ടെൻഷനാണ് പാസ്റ്ററെ. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ വണ്ടി പാളി പോകുന്ന പോലെ തോന്നുക. ചുണ്ടൊക്കെ വരണ്ടു പോകുന്ന പോലെ തോന്നുക. ഒത്തിരി ടെൻഷനുണ്ട്, ഒത്തിരി ടെൻഷൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ടെൻഷനെല്ലാം ഇറക്കി വെക്കാൻ കഴിയുന്ന ഒരിടമാണ് പ്രാർത്ഥനാ മുറി. ഹല്ലേലൂയ. തമ്പുരാൻ അത് അങ്ങ് ഏറ്റെടുത്തിട്ട് നമ്മളെ ഫ്രീ ആയിട്ട് വിടുന്ന ഇടമാ. സ്തോത്രം. നിന്റെ ഭാരം ദൈവത്തിന് മേലിട്ടുകൊള്ളുക എന്നാ ദൈവജനം പറയുന്നത്. സ്തോത്രം. ഭാരം ഇറക്കി വെക്കാൻ കഴിയുന്ന ഒരു ഇടമാണ് നമ്മുടെ പ്രാർത്ഥനാ മുറി. സ്തോത്രം. ആമേൻ. ഒന്ന്, പ്രാർത്ഥിക്കുക. 2, ദൈവത്തെ പാടി സ്തുതിക്കുക. അതാണല്ലോ ആരാധന എന്ന് നാം പറയുന്നത്. ആമേൻ. ഈ ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തെ നാം മഹത്വപ്പെടുത്തുന്ന അനുഭവമാണ്. ദൈവത്തെ നാം മഹത്വപ്പെടുത്തുക. സ്തോത്രം. അപ്പൊ നമ്മുടെ ചുറ്റുപാടുകളോട്, നമ്മളെ കേൾക്കുന്നവരോട്, സ്തോത്രം, നമ്മുടെ പുറത്തെ ആ അനുഭവങ്ങളോട് നമ്മൾ പറയാ, എനിക്കൊരു ദൈവം ഉണ്ടടാ. സ്തോത്രം.
ഹല്ലേലൂയ. എനിക്കൊരു ദൈവമുണ്ട്. സ്തോത്രം. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ ദൈവ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണെങ്കിൽ, ആരാധന ദൈവത്തെ പ്രശ്നങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്. എന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. അതാണ് ആരാധനയിലൂടെ നാം വ്യക്തമാക്കുന്നത്. സ്തോത്രം. അല്ലേ? അവർ ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചപ്പോൾ നാം വായിക്കുന്ന ഒരു ഭൂകമ്പമുണ്ടായി. വലിയൊരു ഭൂകമ്പമുണ്ടായി. ഇവര് 4 പേര് കൂടി ഇവരെ ന്യായമല്ലാത്തത് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് ഇളക്കി. അല്ലെ? ഇളക്കാൻ പറ്റുന്നവരുണ്ട് കേട്ടോ. സ്തോത്രം. മെസ്സേജ് കൊടുത്ത് വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി ഇളക്കാൻ പറ്റുന്നവരുണ്ട്, ഇളകുന്നവരും ഉണ്ട്. സ്തോത്രം. വളരെ കൃത്യമായി ഇളക്കാൻ അറിയാം, ഇളകുകയും ചെയ്യും. സ്തോത്രം. ഇവിടെ നോക്കിക്കേ, ഈ അപ്പോസ്തലന്മാർക്കെതിരെ ന്യായമല്ലാത്തത് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് ഇളക്കിയ ആളുകൾ. പക്ഷെ ദൈവം വിഷയം ഏറ്റെടുത്തപ്പോൾ ദൈവം ഭൂകമ്പം അടിച്ച് സ്തോത്രം അടിസ്ഥാനങ്ങളെ കുലുക്കി. എന്റെ ദൈവം ആരാണ്? വിശ്വസിക്കുന്ന ദൈവം ആരാണ്? നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം ആരാണ്? അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ഹല്ലേലൂയ. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി, വാതിലുകൾ തുറന്നു, സ്തോത്രം. നമുക്ക് പറയാം, ദേണ്ട നീ കിടക്കുന്നു, നീ കെട്ടിയ ചങ്ങല. പൗലോസ് പറഞ്ഞെന്നിരിക്കട്ടെ. സ്തോത്രം. ഇത് വെച്ചല്ലേ നീ ഞങ്ങളെ കെട്ടിയത്? ദേ മോനെ, നീ കെട്ടിയ ചങ്ങലതേ ഇവിടെ കയറുപോലെ, സ്തോത്രം, ഒരു ചണച്ചരട് പോലെ അഴിഞ്ഞതേ കിടക്കുന്നു. ഇത്രയെ നിനക്കൊണ്ട് പറ്റും. സ്തോത്രം. ഹല്ലേലൂയ. ഇത്രയെ നിന്നെ കൊണ്ട് കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയുടെയും ആരാധനയുടെ മുമ്പിൽ ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. സ്തോത്രം. ശത്രു കെട്ടി ഏത് കെട്ടുകളും, സ്തോത്രം, ഏത് വലിയ മതിലുകളും, ഏത് വലിയ വാതിലുകളും തുറക്കാൻ ഒരു ദൈവം. സ്തോത്രം. പക്ഷെ ഒരു കാര്യം അറിയണം, പ്രശ്നങ്ങളുടെ മുമ്പിൽ ദൈവത്തെ ഇങ്ങോട്ട് ഇറക്കാൻ നമുക്ക് കഴിയണം. അടിയേറ്റത് കൊണ്ട് കാര്യമില്ല, തടവിലായത് കൊണ്ട് കാര്യമില്ല. പക്ഷെ ആ തടവിലിരുന്ന് തമ്പുരാനെ ഇറക്കാൻ കഴിയണം. ആ മേഖലയാണ് പ്രാർത്ഥനയും ആരാധനയും. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ചാൽ. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ചാൽ നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. സ്തോത്രം. പ്രശ്നം വരുമ്പോ കരഞ്ഞുകൊണ്ടിരുന്ന ഒക്കത്തില്ല, പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കണം. സ്തോത്രം. പരാതി പറഞ്ഞാൽ ഒക്കത്തില്ല, പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കണം. സ്തോത്ര. പ്രശ്നങ്ങളെ നോക്കി നെഞ്ചു തിരിഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകണം. അവിടെയാണ് ദൈവത്തിന്റെ കണ്ണമിറങ്ങി വരുന്നത്. ദൈവങ്ങളെ, പ്രശ്നങ്ങൾ ദൈവത്തിന് നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരാനുള്ള ഒരു വഴിയാണ്. നാം ആ വഴിയൊന്ന് തുറന്നു കൊടുക്കണം. സ്തോത്രം. പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ആരാധിക്കാനും നാം തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. സ്തോത്രം. എപ്പോഴെങ്കിലും നടന്നാൽ മതിയോ ഈ വിടുതൽ? ഇന്ന് സംഭവിക്കേണ്ട വിടുതൽ ഇന്ന് സംഭവിക്കണം. സ്തോത്രം. നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ ഇന്ത്യയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ജനസംഖ്യാ വർധനവാണ്. എല്ലാ മേഖലയിലും അതും, അല്ലെ? സ്തോത്രം. അതുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾക്കൊന്നും കൃത്യമായ സമയത്ത് നമ്മുടെ അരികിലേക്ക് എത്താൻ പറ്റത്തില്ല. അതിലേറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നിയമ കുരുക്കുകളാണ്. പല പ്രാവശ്യം കോടതികൾ നീട്ടി വെച്ചിട്ടാണ് ഒരു വിഷയത്തിന് വിധി പറയുന്നത്. കാരണം അത്രത്തോളം കേസുകെട്ടുകളുണ്ട്. കുടുംബ കോടതി തന്നെ എത്രയോ വർദ്ധിച്ചു. എന്നാ തീരുന്നുണ്ടോ? ഇല്ല. കാരണം അത്രത്തോളം പ്രശ്നങ്ങളാണ്. അപ്പോ ഒരു വിഷയത്തിന് സമയബന്ധിതമായി പരിഹാരം കാണാൻ കഴിയാതെ പോകുന്നത് കൊണ്ട് ഈ നീണ്ടു പോകുന്ന നിയമത്തിന്റെ തടസ്സങ്ങൾ, നൂലാമാലകൾ, സ്തോത്രം, വിധി ലഭിക്കാത്തതിന് തുല്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ്. അത് ഇപ്പം ലഭിച്ചെങ്കിൽ മാത്രമേ, ഇന്ന് കിട്ടേണ്ടത് മറുപടി ഇന്ന് കിട്ടിയെങ്കിൽ മാത്രമേ അത് ഫലപ്രദമാകത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അത് ഇന്ന് പ്രാപിച്ചേ പറ്റൂ, ഇന്ന് പ്രാപിച്ചേ പറ്റൂ. സ്തോത്രം, ഹല്ലേലൂയ. എന്നെങ്കിലും ദൈവം ചെയ്തോട്ടെ, ദൈവത്തിന്റെ സമയത്ത് ദൈവം ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് നാം കാത്തിരിക്കാൻ നമുക്ക് കഴിയില്ല. ഇന്ന് ലഭിക്കുന്ന ചില വിടുതലുകളുണ്ട്. എന്ത് ചെയ്യണം? ഇന്ന് ആ ചാൽ ഓപ്പൺ ചെയ്യണം. സ്തോത്രം. ഇന്ന് പ്രാർത്ഥന ആരംഭിക്കണം. ഇന്ന് ദൈവത്തെ തുതിക്കുവാൻ തയ്യാറാകണം. ഇന്ന് മറുപടി പ്രാപിക്കുവാൻ തയ്യാറാകണം. സ്തോത്രം. ഇന്ന് ഓപ്പൺ ചെയ്യണമെന്ന് വെച്ചാൽ എങ്കിൽ ഇന്ന് മറുപടി പ്രാപിച്ചു കൊണ്ടുപോകാൻ പറ്റും. സ്തോത്രം. അപ്പോസ്തലന്മാരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അടിയേറ്റ് തടവിൽ കിടക്കുന്ന അവര് പറയാ, ഇന്ന് വയ്യ, നാളെ പ്രാർത്ഥിച്ചോളാം. സ്തോത്രം. അല്ലെങ്കിൽ ഇന്നത്തെ ഈ ദിവസങ്ങളിൽ ക്ഷീണമൊക്കെ മാറി അടുത്ത ആഴ്ച മുതൽ ഞങ്ങൾ അങ്ങ് 21 ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല, ഇന്നാണ് മറുപടി കിട്ടേണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഇന്ന് ചില വിടുതലുകൾ സംഭവിക്കേണ്ടതുണ്ട്, ഇന്ന് ചില മാറ്റങ്ങൾ സംഭവിക്കേണ്ടതുണ്ട്. അത് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണ. കർത്താവേ, ഇനി എനിക്ക് മറുപടി ലഭിക്കണം. കർത്താവേ, ഇന്ന് ലഭിക്കേണ്ട മറുപടി അതിന്ന് പ്രാപിച്ച് നമുക്ക് പോകുവാൻ കഴിയണം. സ്തോത്രം, ഹല്ലേലൂയ. ഞാന് അധികം ദീർഘമാക്കുന്നില്ല. സ്തോത്രം. എന്റെ വാക്കുകളെ ഞാന് മുൻപോട്ട് വേഗത്തിൽ കൊണ്ടുപോകട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഈ സംഭവമൊക്കെ കഴിഞ്ഞപ്പോ കാരാഗ്രഹ പ്രമാണി ഉറക്കം ഉണർന്നു. അദ്ദേഹം ചങ്ങലക്കാരെല്ലാം ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോ പൗലോസ് പറയുകയാണ്, നീ ദോഷമൊന്നും ചെയ്തത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. സ്തോത്രം. ഞങ്ങൾ ആരും ഓടിപ്പോയിട്ടില്ല, ഞങ്ങൾ ഇവിടെ ഉണ്ട്, നിന്റെ ഒപ്പം ഉണ്ട് എന്ന് അവര് പറയുകയാണ്. സ്തോത്രം. നമുക്കറിയാലോ, സമനില തെറ്റിയാൽ ഭ്രാന്തനെ പോലെ മനുഷ്യരായിപ്പോവും. എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. സ്തോത്രം. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മനുഷ്യർ കടുങ്കൈ ചെയ്യുന്നത്. ഈ കടുങ്കൈയൊക്കെ ചെയ്യുന്ന ആ ടെൻഡൻസി ഉള്ള മനുഷ്യരോട് നമ്മൾ പറയാം, ഞങ്ങളുണ്ട് കേട്ടോ കൂടെ, ഞങ്ങൾ കൂടെ ഉണ്ട്, ഞങ്ങൾ ഒപ്പം ഉണ്ട് എന്ന് പറയാൻ കഴിയുന്ന ആ വാക്ക് അതൊരു വലിയ ബലമാണ്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചൊരു വാർത്തയുണ്ട്. കോഴിക്കോട് ദീപക് എന്ന് പറയുന്ന ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ബസ്സിൽ വെച്ച് ഒരു ദുരനുഭവം തനിക്കുണ്ടായി. അതില് ഒരു പെൺകുട്ടി അവന്റെ വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് അത് തനിക്ക് ഒത്തിരി നാണക്കേടും മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി. നമ്മൾ വായിക്കുന്നത് പിറ്റേ ദിവസം അദ്ദേഹം ആത്മഹത്യ ചെയ്ത വാർത്തയാണ്. അതിൽ ഈ ദീപകിന്റെ ഒരു കൂട്ടുകാരനെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഈ ദീപക് ഒരു തകർന്ന കുടുംബ ജീവിതത്തിന്റെ ഉടമ കൂടിയാണ്. അദ്ദേഹം വിവാഹമോചനം നേടിയ ആളാണ്. അതിൽ തന്നെ ഒത്തിരി മാനസിക പ്രശ്നങ്ങൾ അവനുണ്ട്. അപ്പൊ എല്ലാ ദിവസവും ഈ കൂട്ടുകാരൻ വിളിക്കും ദീപകിനെ, എടാ ഞങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. നേരി കാണാൻ പറ്റും, അവര് നേരി കാണും, ഇല്ലെങ്കിൽ നിശ്ചയമായും ഫോൺ വിളിച്ച് സംസാരിച്ചിരിക്കും. ഇപ്പൊ പകല് ഈ മനുഷ്യൻ വിളിച്ചിരുന്നു, എടാ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ദീപകനെ വിളിക്കാൻ ഇവന് കഴിഞ്ഞില്ല. ഇവനെന്തോ തിരക്കിലോ എന്തോ പ്രശ്നത്തിൽ അകപ്പെട്ടു പോയി. പിറ്റേ ദിവസം ഇവൻ ഉണർന്ന് കേൾക്കുന്ന വാർത്ത ഇവന്റെ കൂട്ടുകാരൻ ദീപകിന്റെ മരണ വാർത്തയാണ്. സ്വതർമാവൻ പറയുന്നത്, ഞാനാണ് അവനെ കൊന്നതെന്ന, ദീപകിനെ ഞാനാ കൊന്നത്. ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ദീപക് ഇന്ന് ജീവനോടെ കാണുമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആ സാഹചര്യമാണ് അപ്പോസ്തലന്മാരുടെ പറയുന്നത്, ഞങ്ങളുണ്ട് ഇവിടെ. ഹല്ലേലൂയ. നീ കടുങ്കൈയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങളൊപ്പം ഉണ്ട്. സ്തോത്രം എന്ന് പറയുന്ന ആ വാക്കുകൾ പകരുന്ന ധൈര്യം, ആ വാക്കുകൾ കൊടുക്കുന്ന ആത്മധൈര്യം, സ്തോത്രം എത്ര വലുതാണെന്ന് അറിയാമോ? ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ആ സമയത്താണ് ഇവര് ഈ സ്തോത്രം കാരാഗ്രഹ പ്രമാണി അവരുടെ കാൽക്കൽ വീണിട്ട് പറയുക, യജമാനന്മാരെ
രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? സ്തോത്രം. മറുപടി ഉടൻ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അടുത്തത്, പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. എവിടെയാണ് പ്രസംഗം വേണ്ടെന്ന് പറഞ്ഞത്? എവിടെയാണ് ഈ അപ്പോസ്തലന്മാരെ ഓടിച്ചു കളയുമെന്ന് പറഞ്ഞത്? ആരാണ് അതിന് മുമ്പിൽ നിന്നത്? അവന്റെ വീട്ടിനകത്ത് പ്രസംഗിച്ചു. ഹല്ലേലൂയ. അവന്റെ വീട്ടിനകത്ത് ദൈവവചനം ദൈവദാസന്മാർ ഘോഷിക്കുകയാണ്. സ്വത്രം. നേരം വെളുക്കുന്നതിന് മുമ്പ് ദൈവം ഇടപെട്ടു. ഇതിനുശേഷമാ ഈ ദൈവദാസന്മാരുടെ മുറിവുകളെ കെട്ടിയത് പോലും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നത് ആ വേദനിക്കുന്ന മുറിവുകളോടുകൂടെ ആ രാത്രിയിൽ ആ ദൈവദാസന്മാർ ആ വീട്ടിൽ ദൈവത്തിന്റെ വചനം ഘോഷിച്ചു എന്നാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അപ്പോ ഇതല്ലേ സ്തോത്രം, ആസിയിലേക്ക് പോകണ്ടെന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയതിന്റെ ഉദ്ദേശം? സ്തോത്രം. ഒരുക്കപ്പെട്ട സ്ഥലത്ത് ദൈവത്തിന്റെ വചനം വീഴണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഈ ജയിൽ സൂപ്രണ്ടിനെ ദൈവം കണ്ടിരുന്നു. സ്തോത്രം. അവനെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. ഇവിടേക്ക് പൗലോസിനെ ദൈവം അയച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. സ്തോത്രം. നമുക്കറിയാമല്ലോ, ഏതെങ്കിലും ഒരു മത്സ്യം ഏതെങ്കിലും ഒരു യോനായെ വിഴുങ്ങിയാൽ എവിടെയെങ്കിലും കൊണ്ട് തട്ടിയാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ നിയോഗം പ്രാപിച്ച യോനയെ ദൈവം തൊട്ട തിരിങ്കിലും വിഴുങ്ങിയാൽ ദൈവം പറയുന്ന സ്ഥലത്ത് കൊണ്ട് തട്ടണം. നിലനിൽക്കുന്നു പറഞ്ഞാൽ അവിടെ തന്നെ കൊണ്ടുവന്ന് തട്ടിയേ പറ്റൂ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ടാർജറ്റ് തികയ്ക്കുക എന്നുള്ളതല്ല. ഞാൻ 10 സ്ഥലത്ത് നിന്ന് പരസ്യോഗം നടത്തിയെന്ന് പറയുക എന്നുള്ളതല്ല. മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു അവിടെ ദൈവവചനം ഘോഷിക്കുക എന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന ഇടത്ത് നാം നിൽക്കുക എന്നതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, സ്തോത്രം, പൗലോസ് പ്രസംഗിക്കുന്നതാണ് ശത്രുവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ആ സ്തോത്രം മക്കദോന്യയിൽ ഫിലിപ്പിയിൽ പ്രസംഗിക്കാതെ പാക്ക് ചെയ്ത് വിടാൻ ശത്രു ശ്രമിച്ചപ്പോൾ ആരാണോ എതിരായി നിൽക്കുന്നത് പ്രസംഗിപ്പിച്ചു. സ്തോത്രം. ദൈവം പൗലോസിനെ അത്ഭുതകരമായി ഉപയോഗിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. പൗലോസിന്റെ ശുശ്രൂഷ തുടർന്നു. അപ്പോസ്തല പ്രവൃത്തി അവസാന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. താൻ ഒരു വീട് വാടകയ്ക്കെടുത്ത് കൂലിക്കെടുത്ത് തന്റെ അരികിൽ വരുന്ന എല്ലാവരോടും പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവത്തിന്റെ വചനം സംസാരിച്ചു കൊണ്ടിരുന്നുവെന്ന. സ്തോത്രം. അങ്ങനെ 1-ാമത്തെ തടവ് കഴിഞ്ഞു, 2-ാമത്തെ തടവ് കഴിഞ്ഞു. സ്തോത്രം. തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ തീമോഥെയോസിന് ലേഖനം എഴുതുകയാണ് പൗലോസ്. സ്തോത്രം. തീമോഥെയോസേ, സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും എന്നെ കൈവിട്ടു. എന്റെ 1-ാം വാദപ്രതിവാദത്തിങ്കിൽ ആരും എനിക്ക് തുണന്നില്ല. കർത്താവോ എനിക്ക് തുണ നിന്നു. പ്രസംഗം എന്നെ കൊണ്ട് പൂർത്തിയാക്കുവാൻ, അനേക ജാതികൾ കർത്താവിനെ അറിയുവാൻ അത് മുഖാന്തരമായി. എന്നിട്ട് പറയുന്ന ഒരു വാക്കൂടെ ഉണ്ട്, അതും കൂടെ പറഞ്ഞേ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. ആരാ പൗലോസിനെതിരെ വാ പിളർന്ന് നിന്നത്? നമുക്കറിയില്ല. അവിടെ 14-ാം വാക്യത്തിൽ ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വലിയ ദോഷം ചെയ്തു, അവന്റെ പ്രവർത്തികൾക്ക് കർത്താവ് പകരം നൽകും, അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തു നിന്നു എന്നൊക്കെ പൗലോസ് പറയുന്നുണ്ട്.
ഹല്ലേലൂയ. എന്നാൽ താഴോട്ട് താൻ എഴുതുകയാണ്, പ്രസംഗം എന്നെ കൊണ്ട് പൂർത്തീകരിച്ചു. മാത്രമല്ല, അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. സ്വോത്ര ദൈവമക്കളെ, എല്ലാ കാലത്തും ഭക്തന്മാർക്കെതിരെ വാ പിളർന്നു നിൽക്കുന്ന ഒരു സിംഹമുണ്ട്. സ്തോത്രം. ആരെ വിഴുങ്ങേണ്ടുവെന്ന് വെച്ച് ആമെ ചുറ്റി തിരിഞ്ഞു നടക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. എല്ലാ സ്ഥലത്തും അതുണ്ട്, എല്ലാ മേഖലകളിലും അതുണ്ട്. നമുക്കറിയാമല്ലോ, ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്കെതിരെ ആ ശക്തി എഴുന്നേറ്റ് നിന്നത്. ഹല്ലേലൂയ. സിംഹത്തിന്റെ ഗുഹയിലേക്ക് ആ ദൈവമനുഷ്യൻ വീഴ്ത്തപ്പെട്ടു. സ്തോത്രം. എന്നാൽ സിംഹങ്ങൾ കേടുവരാതെ ദൈവം അദ്ദേഹത്തെ കാത്തു. അദ്ദേഹത്തെ പിറ്റേ ദിവസം പുറത്തു കൊണ്ടുവന്നു. പിന്നീട് നാം വായിക്കുന്നത്, അദ്ദേഹത്തിനെതിരെ തന്ത്രമാവിഷ്കരിച്ച ആളുകളെയും അവരുടെ കുടുംബങ്ങളെയും സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഇട്ടുകളഞ്ഞു. സ്തോത്രം. അവർ നിലത്തു തൊടുന്നതിന് മുമ്പ് സിംഹങ്ങൾ അവരെ പറിച്ചു കീറിക്കളഞ്ഞു എന്നാണ് വായിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ കാലത്തും സിംഹം വാ പിളർന്ന് നിന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിംഹത്തിന്റെ ഗുഹ ആ സ്തോത്രം കൂടിന്റെ അടുത്തൂടെ ഒന്ന് പോയാൽ മതി, അവന്റെ മുരളിച്ചു ഒന്ന് കേൾക്കണം. എത്ര എത്ര സ്തോത്ര ശക്തമാണെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിനകത്തൊരു ഒരു ഇടുപ്പുണ്ടാവും. സ്തോത്രം. ഒരു കിടിലമുണ്ടാവും ആ ശബ്ദം കേൾക്കുമ്പോ. അപ്പോ അവൻ വാ പിളർന്ന് നമുക്കെതിരെ ഒന്ന് നിന്നാൽ നമ്മളൊക്കെ സ്തോത്രം തോറ്റുപോകും, നമ്മളൊക്കെ പതറിപ്പോകും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ സ്തോത്രം, ഈ പൗലോസിനെതിരെ, അവന്റെ പ്രസംഗത്തിനെതിരെ ശത്രു ശക്തമായി പോരാടിയ സ്തോത്രം, ദൈവം തന്റെ ദൂതനെ അയച്ച് വിമർശിച്ചതുപോലെ ദൈവമക്കളെ നാം ദൈവമാണ്. സ്വത്രം. നിസ്സഹായരാകുമ്പോ സ്വത്രം നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വരുമ്പോ അവിടെയാണ് ദൈവം തന്നെ ദൂതനെ നമുക്ക് വേണ്ടി അയക്കുന്നത്. സ്തോത്രം. സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഒരു ഭാഗം മാത്രമാണ് പൗലോസിന്റെ ശുശ്രൂഷയുടെ, ആ ഭാഗം മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചത്. ആമേൻ. എവിടെ പ്രസംഗിക്കരുതെന്ന് ശത്രു പറഞ്ഞോ അവിടെ ദൈവം തന്നെ ഉപയോഗിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ മുൻപോട്ട് പോകാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. അത്ഭുതങ്ങൾ ചെയ്ത് നമ്മെ മുൻപോട്ട് നടത്തുവാൻ ദൈവത്തിന്റെ കരത്തിലേക്ക് ഈ പുതിയ വർഷത്തെ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. ഈ അവസരം നൽകിയ റോയി പാസ്റ്ററോട്, ദൈവമക്കളോട്, ഈ ശുശ്രൂഷയോട്